എന്നുള്ള ചോദ്യങ്ങളാണ്, ഇനിയും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വാങ്ങി പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഇവയെല്ലാം ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ജന്മസിദ്ധമായ ഘടകങ്ങൾ, സാമൂഹ്യ ചുറ്റുപാട്, വ്യക്തിപരമായ അനുഭവങ്ങൾ, ഇതെല്ലാം ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടുന്നതിൽ ജന്മസിദ്ധമായ ഘടകങ്ങൾ, അതായത് പാരമ്പര്യം, സാമൂഹ്യ ചുറ്റുപാട്, അതായത് കുടുംബം, സുഹൃത്തുക്കള്, സംസ്കാരം, വ്യക്തിപരമായ അനുഭവങ്ങൾ, അതായത് വിജയങ്ങൾ, പരാജയങ്ങൾ, പഠനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഒരുപോലെ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവയുടെ സങ്കീർണമായ ഇടപെടലിലൂടെയാണ് ഓരോ വ്യക്തിയുടെയും അതുല്യമായ സ്വഭാവം രൂപപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. ഏതാണ്? എല്ലാം ഒരുപോലെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു അപ്രതീക്ഷിതമായ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഏത് പ്രതികരണത്തിന്റെ ഉദാഹരണമാണ്? ഒരു അപ്രതീക്ഷിതമായ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഏത് പ്രതികരണത്തിന്റെ ഉദാഹരണമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വൈകാരികമായ പ്രതികരണം, ഇമോഷണൽ റെസ്പോൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്രതീക്ഷിതമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ദേഷ്യം, ഭയം, സങ്കടം തുടങ്ങിയ പ്രതികരണങ്ങൾ വൈകാരികമായ പ്രതികരണങ്ങളാണ്. ഇവിടെ യുക്തിപരമായ ചിന്തയ്ക്ക് പ്രാധാന്യം കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് സ്വഭാവ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്? മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് സ്വഭാവ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരമെന്ന്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സഹാനുഭൂതി, എംപതി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാക്കുകയും അവരോടൊപ്പം ചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് സഹാനുഭൂതിയുടെ ലക്ഷണമാണ് അല്ലേ. മറ്റൊരാളുടെ സ്ഥാനത്ത് സ്വയം ചിന്തിക്കാനും അവരുടെ വികാരങ്ങളെ മാനിക്കാനുള്ള കഴിവാണ് ഇത്. ഇത് വളരെ നല്ലൊരു സ്വഭാവ രീതിയാണ്. അപ്പോൾ മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് സ്വഭാവ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്? സഹാനുഭൂതി, ഇംഗ്ലീഷിൽ എംപതി എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പുതിയ കാര്യം പഠിക്കാൻ താല്പര്യം കാണിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഏത് സ്വഭാവ സവിശേഷതയാണ്? ഒരു പുതിയ കാര്യം പഠിക്കാൻ താല്പര്യം കാണിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഏത് സ്വഭാവ സവിശേഷതയാണ്? നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും മനസ്സിൽ ആഗ്രഹം കാണും അല്ലേ. അതുപോലെ നമുക്കും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ അത് പഠിക്കണമെന്നൊക്കെ പലർക്കും ആഗ്രഹം തോന്നാറുണ്ട്. അത് ഏത് സ്വഭാവ സവിശേഷതയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ജിജ്ഞാസ, ക്യൂരിയോസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനുള്ള ആഗ്രഹമാണ് ഈ ജിജ്ഞാസ എന്ന് പറയുന്നത്. ഈ സ്വഭാവമുള്ള വ്യക്തികൾ പുതിയ അനുഭവങ്ങൾ തേടുകയും അറിവ് നേടാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥയെ എങ്ങനെ വിശേഷിപ്പിക്കാം? സ്വാഭാവികമായിട്ടും നമുക്ക് തെറ്റുകളൊക്കെ ഉണ്ടാവുന്നത് സാധാരണമാണ്. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഉത്തരവാദിത്ത ബോധം, റെസ്പോൺസിബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥയാണ് ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്നത്. ഇത് ഒരു നല്ല വ്യക്തിത്വത്തിന്റെ പ്രധാന ലക്ഷണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ
അവരെ ശ്രദ്ധിക്കുകയും അവരുടെ വിഷമം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഏത് സ്വഭാവത്തെയാണ് കാണിക്കുന്നത്? എല്ലാവർക്കും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ കൂടുന്ന സമയത്ത് ഒരാൾ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരെ ശ്രദ്ധിക്കുകയും അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏത് സ്വഭാവത്തെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കരുതൽ, കെയറിംഗ് എന്ന് പറയും. അതായത് മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നത് കരളുറപ്പുള്ള സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഇത് സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന ഗുണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് ഒരു നിഗമനത്തിലെത്തുകയും അതിനെ അടിസ്ഥാനമാക്കി മറ്റുള്ളവരെ വിലയിരുത്തുകയും ചെയ്യുന്നത് ഏത് മാനസിക പ്രതിഭാസമാണ്? ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് ഒരു നിഗമനത്തിലെത്തുകയും അതിനെ അടിസ്ഥാനമാക്കി മറ്റുള്ളവരെ വിലയിരുത്തുകയും ചെയ്യുന്നത് ഏത് മാനസിക പ്രതിഭാസമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് സി ആണല്ലേ, മുൻവിധി, പ്രിജുഡൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മതിയായ വിവരങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യക്തിയെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒരു ധാരണ രൂപപ്പെടുത്തുകയും അതിനെ അടിസ്ഥാനമാക്കി പെരുമാറുകയും ചെയ്യുന്നതിനെയാണ് മുൻവിധി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും തെറ്റായ വിലയിരുത്തലുകൾക്ക് കാരണമാകും. അടുത്ത ക്വസ്റ്റ്യൻ. ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും തടസ്സങ്ങളെ തരണം ചെയ്യാനും ഉള്ള മാനസികാവസ്ഥയെ എന്തു പറയുന്നു? ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും തടസ്സങ്ങളെ തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥയെ എന്തു പറയുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് ബി ആണല്ലേ, സ്ഥിരോത്സാഹം, പ്രിസർവറൻസ് എന്ന് പറയും. അതായത് ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ ശ്രമം തുടരാനും വരുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുമുള്ള മാനസികാവസ്ഥയാണ് സ്ഥിരോത്സാഹം എന്ന് പറയുന്നത്. പെർസെർവറൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വിജയം നേടുന്നതിൽ ഈ ഗുണം വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യം മുൻനിർത്തി ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നു, PSC പരീക്ഷ എഴുതുന്നു, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ പരീക്ഷ എഴുതുന്നു. ആ പരീക്ഷയ്ക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ജോലി ലഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കഠിനാധ്വാനം ചെയ്യും. അപ്പോൾ ധാരാളം തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് നമ്മൾ വിജയിച്ച് ജോലി നേടുമ്പോഴാണ് അതിനെ ഉന്നത വിജയം എന്ന് പറയുന്നത്. അതായത് സ്ഥിരോത്സാഹം കൊണ്ട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. പുതിയ സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? പുതിയ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിനെ എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് സി ആണല്ലേ, അനുകൂലനം, അഡാപ്റ്റബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അഡാപ്റ്റബിലിറ്റി, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറ്റം വരുത്താനും പുതിയ രീതികളുമായി പൊരുത്തപ്പെടാനുമുള്ള കഴിവിനെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. ഇത് വ്യക്തിഗതവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വന്തം താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തെ എന്തു വിളിക്കാം? സ്വന്തം താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തെ എന്ത് വിളിക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചേ. ഏതാണ്? സ്വാർത്ഥത, സെൽഫിഷ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്വന്തം കാര്യങ്ങൾ മാത്രം പ്രധാനമായി കാണുകയും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്നത്. ഇത് സാമൂഹ്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കാനുള്ള സ്വഭാവത്തെ എന്തു പറയുന്നു? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കാനുള്ള സ്വഭാവത്തെ എന്തു പറയുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ബഹുമാനം, റെസ്പെക്റ്റ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും വിശ്വാസങ്ങളെയും വിലമതിക്കുകയും അവയോട് ആദരവ് കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഈ ബഹുമാനം എന്ന് പറയുന്നത്, അതായത് റെസ്പെക്ട് എന്ന് പറയുന്നത്. ആരോഗ്യകരമായ സാമൂഹിക ബന്ധങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പെട്ടെന്നുള്ള പ്രകോപനങ്ങൾക്ക് വഴങ്ങുകയും
വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെ എങ്ങനെ വിശേഷിപ്പിക്കാം? പെട്ടെന്നുള്ള പ്രകോപനങ്ങൾക്ക് വഴങ്ങുകയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെ എങ്ങനെ വിശേഷിപ്പിക്കാം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻസ് സി ആണ് അല്ലെ. വികാരക്ഷോഭം, ഇറിറ്റബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് ദേഷ്യം വരികയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് വികാരക്ഷോഭം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കൂട്ടം ആളുകൾ ഒരു പൊതുവായ ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനെ എന്തു പറയുന്നു? ഒരു കൂട്ടം ആളുകൾ ഒരു പൊതുവായ ലക്ഷ്യത്തെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന്, ഒരു പൊതുവായ ലക്ഷ്യത്തിനായിട്ട് ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന് എന്താണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ്? ഓപ്ഷൻസ് ബി ആണല്ലേ, സഹകരണം, കോ ഓപ്പറേഷൻ. ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ സഹകരണം എന്ന് പറയുന്നു. ഇത് കാര്യങ്ങൾ എളുപ്പത്തിലും കൂടുതൽ ഫലപ്രദമായും പൂർത്തീകരിക്കാൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും ശരിയായ നിലപാടെടുക്കാനുമുള്ള ധൈര്യത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം? തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും ശരിയായ നിലപാടെടുക്കാനുമുള്ള ധൈര്യത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ധീരത, കറേജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. തെറ്റായ കാര്യങ്ങളെ എതിർക്കാനും ശരിയായ കാര്യങ്ങൾക്കായി നിലകൊള്ളാനുമുള്ള മാനസികമായ ധൈര്യമാണ് ധീരത എന്ന് പറയുന്നത്. ഇത് വ്യക്തിഗതവും സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് അനിവാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ആർക്കൊക്കെ അറിയാം വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് എന്ന്? ഏത് വർഷത്തിലാണ്? 2005 അല്ലെ. വിവരാവകാശ നിയമം 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുകയും 2005 ഒക്ടോബർ 12 ഇത് പൂർണ്ണമായി നിലവിൽ വരികയും ചെയ്തു. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രധാന ലക്ഷ്യം എന്താണ്? വിവരാവകാശ നിയമം 2005 കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. പക്ഷേ അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല. എന്താണ് പ്രധാന ലക്ഷ്യം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻസ് ബി ആണല്ലേ, പൊതു അധികാരികളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക. പൊതു അധികാരികളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക എന്നാണ് വിവരാവകാശ നിയമം 2005 പ്രധാന ലക്ഷ്യം. വിവരാവകാശ നിയമം പൊതു അധികാരികളുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു പൗരന് ഏത് തരം വിവരങ്ങളാണ് ആവശ്യപ്പെടാൻ കഴിയുക? വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു പൗരന് ഏത് തരം വിവരങ്ങളാണ് ആവശ്യപ്പെടാൻ കഴിയുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, പൊതു അധികാരികളുടെ കൈവശമുള്ളതും അവർക്ക് ലഭ്യമാക്കാവുന്നതുമായ വിവരങ്ങള്. വിവരാവകാശ നിയമം അനുസരിച്ച് രാജ്യസുരക്ഷ, സ്വകാര്യത തുടങ്ങിയ ചില പരിമിതികൾ ഒഴികെ പൊതു അധികാരികളുടെ കൈവശമുള്ളതും അവർക്ക് ലഭ്യമാക്കാവുന്നതുമായ ഏത് വിവരവും ഒരു പൗരന് ആവശ്യപ്പെടാൻ കഴിയും. അതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യസുരക്ഷയും സ്വകാര്യത തുടങ്ങിയ ചില പരിമിതികളൊക്കെ ഒഴികെ പൊതു അധികാരികളുടെ കൈവശമുള്ളതും അവർക്ക് ലഭ്യമാക്കാവുന്നതുമായ ഏത് വിവരവും ഒരു പൗരന് ആവശ്യപ്പെടാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര രൂപയാണ് ഫീസ് നൽകേണ്ടത്? വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര രൂപയാണ് ഫീസ് നൽകേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? സംസ്ഥാന നിയമങ്ങൾക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടാം. വിവരാവകാശ അപേക്ഷയോടൊപ്പം നൽകേണ്ട ഫീസ് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും നിയമങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. ചില വിഭാഗക്കാർക്ക് ഫീസിൽ ഇളവുകളോ സൗജന്യമോ ലഭിച്ചേക്കാം. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? ഏതാണ് ശരിയുത്തരം? ഏതാണ്? 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. വിവരാവകാശ നിയമം അനുസരിച്ച്
ഒരു അപേക്ഷ ലഭിക്കുകയാണ് എങ്കിൽ പൊതുവിവരാവകാശ ഓഫീസർ സാധാരണയായിട്ട് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. ജീവന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം അനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരം നിഷേധിക്കുകയോ ചെയ്താൽ ആർക്കാണ് പരാതി നൽകാൻ കഴിയുക? വിവരാവകാശ നിയമം അനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരം നിഷേധിക്കുകയോ ചെയ്താൽ ആർക്കാണ് പരാതി നൽകാൻ കഴിയുക? ആർക്കാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ ആണ് പരാതി നൽകാൻ കഴിയുക. വിവരാവകാശ നിയമം അനുസരിച്ച് പൊതുവിവരാവകാശ ഓഫീസർ തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരം നിഷേധിക്കുകയോ ചെയ്താൽ അപേക്ഷകന് സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ, അതായത് സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ കേന്ദ്ര വിഷയങ്ങളിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ പരാതി നൽകാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങള്. വിവരാവകാശ നിയമം പ്രധാനമായും സർക്കാർ വകുപ്പുകള്, പൊതുമേഖലാ സ്ഥാപനങ്ങള്, സർക്കാർ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയ പൊതു അധികാരികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ബാധകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? വകുപ്പ് 4 കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വകുപ്പ് 8 ആണ് അല്ലെ. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 ചില പ്രത്യേക വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഏതാണ് അതൊക്കെ? രാജ്യസുരക്ഷ, അന്താരാഷ്ട്ര ബന്ധങ്ങള്, വാണിജ്യ രഹസ്യങ്ങള്, വ്യക്തിഗത സ്വകാര്യത തുടങ്ങിയ കാര്യങ്ങൾ ഇതില് ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര തലത്തിലുള്ള വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര തലത്തിലുള്ള വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, രാഷ്ട്രപതി ആണല്ലേ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം പൗരന്മാരെ എങ്ങനെ ശാക്തീകരിക്കുന്നു? വിവരാവകാശ നിയമം പൗരന്മാരെ എങ്ങനെ ശാക്തീകരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും ചോദ്യം ചെയ്യാനും അവസരം നൽകുന്നു. അതായത് വിവരാവകാശ നിയമം പൗരന്മാർക്ക് സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ അവരെ കൂടുതൽ ബോധവാന്മാരും ഉത്തരവാദിത്തമുള്ളവരുമാക്കുന്നു. ഇത് ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണോത്സുകതയുടെ ഒരു ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ആക്രമണോത്സുകതയുടെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്? അപ്പോൾ ആക്രമണോത്സുകത എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ നമുക്ക് എന്നാണേലും ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോ? ഒന്ന് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഒരു കുട്ടി കളിക്കുമ്പോൾ മറ്റൊരാളെ തള്ളിയിടുന്നു, അതൊരു ആക്രമണോത്സുകതയാണ് അല്ലേ. ആക്രമണോത്സുകത എന്നത് മറ്റൊരാൾക്ക് ദോഷം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഏതൊരു പെരുമാറ്റത്തെയും സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ബിയില് കുട്ടി മറ്റൊരാളെ തള്ളിയിടുന്നത് ദോഷം വരുത്തുന്ന ഉദ്ദേശത്തോടെയാകാം. മറ്റു ഓപ്ഷനുകളിൽ അത്തരമൊരു ഉദ്ദേശമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ശരിയായിട്ടുള്ളത്. അപ്പോൾ ആക്രമണോത്സുകത എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാൾക്ക് ദോഷം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഏതൊരു പെരുമാറ്റത്തെയും നമുക്ക് അങ്ങനെ സൂചിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ആക്രമണോത്സുക പെരുമാറ്റത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം ഏതാണ്? ആക്രമണോത്സുക പെരുമാറ്റത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, സാമൂഹിക പഠനം. ആളുകള് മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും ആക്രമണോത്സുകത പഠിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കള്, സുഹൃത്തുക്കള്, മാധ്യമങ്ങള്
എന്നിവയിൽ നിന്നുള്ള അനുഭവങ്ങൾ ഇതിന് കാരണമായേക്കാം. അപ്പോൾ ഈ ആക്രമണോത്സുകത എന്ന് പറയുന്നത് ആളുകൾ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും ആക്രമണോത്സുകതയെക്കുറിച്ച് പഠിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, മാധ്യമങ്ങൾ എന്നിവയിൽ നിന്നുള്ള അനുഭവങ്ങളും ഇതിന് കാരണമായേക്കാം. അപ്പോൾ ആക്രമണോത്സുക പെരുമാറ്റത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ് സാമൂഹിക പഠനം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണോത്സുകതയുടെ ഒരു തരം അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആക്രമണോത്സുകതയുടെ ഒരു തരം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് ഡി ആണ് അല്ലേ, സഹാനുഭൂതി. സഹാനുഭൂതി എന്നത് മറ്റൊരാളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമുള്ള കഴിവാണ്. ഇത് ആക്രമണോത്സുകതയുടെ വിപരീതമാണ് അല്ലേ. ഇത് ആക്രമണോത്സുകത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന്റെ വിപരീത. സഹാനുഭൂതി അതിൻ്റെ അകത്ത് ഒരിക്കലും വരില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ്, അത് മറ്റൊരാളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമുള്ള കഴിവാണ്. ഇത് ആക്രമണോത്സുകതയുടെ വിപരീതമാണ്. ശാരീരികം, വാചികം, പരോക്ഷം എന്നിവയെല്ലാം ആക്രമണോത്സുകതയുടെ വിവിധ രൂപങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആക്രമണോത്സുകത കുറയ്ക്കാനുള്ള ഒരു ഫലപ്രദമായ മാർഗം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആക്രമണോത്സുകത കുറയ്ക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻസ് സി ആണല്ലേ, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുകൾ പഠിപ്പിക്കുക. അതായത് ഈ സംഘർഷങ്ങളൊക്കെ അഹിംസാത്മകമായി പരിഹരിക്കാനുള്ള കഴിവുകൾ പഠിപ്പിക്കുന്നത് ആക്രമണോത്സുകത പെരുമാറ്റം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ്. അപ്പോൾ ആക്രമണോത്സുകത കുറയ്ക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ് എന്താണ്? പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുകൾ പഠിപ്പിക്കുക. ഈ സംഘർഷങ്ങൾ അഹിംസാത്മകമായി പരിഹരിക്കാനുള്ള കഴിവുകളൊക്കെ പഠിപ്പിക്കുന്നത് ആക്രമണോത്സുകത പെരുമാറ്റം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹോർമോണുകളുടെ സ്വാധീനം ആക്രമണോത്സുകതയിൽ എങ്ങനെയാണ്? ഹോർമോണുകളുടെ സ്വാധീനം ആക്രമണോത്സുകതയിൽ എങ്ങനെയാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ചില ഹോർമോണുകൾ ആക്രമണോത്സുകത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ആൻഡ്രോജൻ ഹോർമോണുകൾ ഉയർന്ന തോതിൽ ഉള്ളവരിൽ ആക്രമണോത്സുക പ്രവണത കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഇത് ഒരു കാരണം മാത്രമാണ്. സാമൂഹികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഹോർമോണുകളുടെ സ്വാധീനം ആക്രമണോത്സുകതയിൽ എങ്ങനെയാണ്? അതിനകത്ത് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ചില ഹോർമോണുകൾ ആക്രമണോത്സുകത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. പക്ഷേ എന്നാൽ ഇതൊരു കാരണം മാത്രമാണ്. സാമൂഹികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോതെസിസ് എന്താണ് വിശദീകരിക്കുന്നത്? ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോതെസിസ് എന്താണ് വിശദീകരിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം എന്ന്? ഓപ്ഷൻ ബി ആണല്ലേ, ലക്ഷ്യം നേടുന്നതിനുള്ള തടസ്സങ്ങൾ. ഫ്രസ്ട്രേഷൻ എങ്ങനെ ആക്രമണോത്സുക പെരുമാറ്റത്തിന് കാരണമാകുന്നു അതാണ് വിശദീകരിക്കുന്നത്. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോതെസിസ് അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യം നേടുന്നതിൽ തടസ്സമുണ്ടാവുമ്പോൾ അത് നിരാശയിലേക്ക് നയിക്കുകയും ആ നിരാശ ആക്രമണോത്സുക പെരുമാറ്റമായി പ്രകടമാകുകയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് കുട്ടികളിലെ ആക്രമണോത്സുക പെരുമാറ്റത്തിന്റെ ഒരു സൂചന അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് കുട്ടികളിലെ ആക്രമണോത്സുക പെരുമാറ്റത്തിന് ഒരു സൂചന അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, തൻ്റെ കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ താല്പര്യം കാണിക്കുക. കളിപ്പാട്ടങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് സാമൂഹികമായ നല്ല പെരുമാറ്റമാണ് അല്ലേ. അപ്പോൾ മറ്റുള്ള ഓപ്ഷനുകളിൽ കുട്ടികളെ ആക്രമണോത്സുക പ്രവണതകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മാധ്യമങ്ങളിലെ അക്രമ ദൃശ്യങ്ങൾ
കുട്ടികളുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ആക്രമണ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് കുട്ടികളെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. അക്രമ ദൃശ്യങ്ങൾ കാണുന്നത് കുട്ടികളിൽ ആക്രമണോത്സുക ചിന്തകളും പെരുമാറ്റങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങളിലെ ആക്രമണ ദൃശ്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന അവസരത്തിൽ കുട്ടികൾ അനുകരണ സ്വഭാവം വളർത്താനും അക്രമത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനും അതുവഴി ആക്രമണോത്സുക പെരുമാറ്റങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഘത്തിലെ വ്യക്തികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണോത്സുകത കാണിക്കുന്ന പ്രതിഭാസത്തെ എന്താണ് വിളിക്കുന്നത്? ഒരു സംഘത്തിലെ വ്യക്തികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണോത്സുകത കാണിക്കുന്ന പ്രതിഭാസത്തെ എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഡി ഇൻഡിവിജ്വേഷൻ. ഡി ഇൻഡിവിജ്വേഷൻ ആണ് കറക്റ്റ് ആൻസർ, സി. ഈ ഡി ഇൻഡിവിജ്വേഷൻ എന്നത് ഒരു കൂട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ വ്യക്തിഗതമായ സ്വയംബോധം കുറയുകയും അത് സാമൂഹിക മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് ചിലപ്പോൾ കൂട്ടായ ആക്രമണോത്സുക പെരുമാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. അതാണ് ഡി ഇൻഡിവിജ്വേഷൻ എന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഡി ഇൻഡിവിജ്വേഷൻ എന്നത് ഒരു കൂട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ വ്യക്തിഗതമായ സ്വയംബോധം കുറയുകയും അത് സാമൂഹിക മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് ചിലപ്പോൾ കൂട്ടായ ആക്രമണോത്സുക പെരുമാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണോത്സുകത കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യക്തിഗത തന്ത്രം? ഈ ആക്രമണോത്സുകതയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള വ്യക്തിഗത തന്ത്രങ്ങൾ അത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. അക്രമാസക്തമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ആക്രമണോത്സുകത കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രധാന തന്ത്രമാണ് അക്രമാസക്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത്. ഇത് സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശാന്തമായ പ്രതികരണങ്ങൾക്ക് സമയം നൽകാനും സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇച്ഛാഭംഗത്തിന്റെ ഒരു സാധാരണ കാരണം? താഴെ പറയുന്നവയിൽ ഏതാണ് ഇച്ഛാഭംഗത്തിന്റെ ഒരു സാധാരണ കാരണം? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇച്ഛാഭംഗത്തിന്റെ ഒരു സാധാരണ കാരണം ഈ താഴെ പറയുന്ന ഓപ്ഷനകത്ത് ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഒരു ലക്ഷ്യം നേടുന്നതിലെ തടസ്സം. അതായത് ഈ ഇച്ഛാഭംഗം ഉണ്ടാകുന്നത് പ്രധാനമായും ഒരു വ്യക്തിയുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ നേരിടുമ്പോഴാണ്. ഇത് നിരാശയ്ക്കും അസ്വസ്ഥതയ്ക്കും ഒക്കെ കാരണമാകും. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ലക്ഷ്യത്തിലെ യാത്രയിലെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നിരാശയും അസ്വസ്ഥതയൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലേ. അത് ലക്ഷ്യം നേടുന്നതിനുള്ള തടസ്സമാണ്. അങ്ങനെയാണ് അത് ഇച്ഛാഭംഗം ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇച്ഛാഭംഗം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രതികരണം ഏതാണ്? ഇച്ഛാഭംഗം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രതികരണം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഉത്കണ്ഠയും ഉണ്ടാകും, ദേഷ്യവും ഉണ്ടാവും അല്ലേ. ഇച്ഛാഭംഗം വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് എന്താണ് ഉണ്ടാകുന്നത്? ഉത്കണ്ഠ, ദേഷ്യം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് വികാരങ്ങളാണ് ഏതൊക്കെയാണ്? ഉത്കണ്ഠ, ദേഷ്യം, നിരാശ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാതെ എല്ലാ കാര്യങ്ങളെയും സമാധാനത്തോടു കൂടി ഫേസ് ചെയ്താൽ നമുക്ക് വിജയമുണ്ടാകും. അപ്പോൾ ഉത്കണ്ഠയും ദേഷ്യവും ഒരു പരിഹാരമല്ല എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് യഥാർത്ഥ ആൻസർ എന്താണ്? ഇച്ഛാഭംഗം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രതികരണം ഏതാണ്? ഉത്കണ്ഠയും ദേഷ്യവും എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് അല്ലേ. ഇച്ഛാഭംഗം വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഉത്കണ്ഠ, ദേഷ്യം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നതിൽ ഏതാണ് ഇച്ഛാഭംഗത്തെ നേരിടാനുള്ള ഒരു നല്ല മാർഗം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഇച്ഛാഭംഗത്തെ നേരിടാനുള്ള ഒരു നല്ല മാർഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുകയും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അതാണ് ഇച്ഛാഭംഗത്തെ നേരിടാനുള്ള ഒരു നല്ല മാർഗം. ഇച്ഛാഭംഗത്തെ ഫലപ്രദമായി നേരിടാനുള്ള ഒരു നല്ല മാർഗമാണ് പ്രശ്നത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത്. അപ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകുമ്പോൾ അതിനെ ഫലപ്രദമായി നേരിടാനുള്ള ഒരു നല്ല മാർഗമാണ് എന്താണ്? പ്രശ്നത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ ഇച്ഛാഭംഗം ഒരു വ്യക്തിയിൽ എന്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം? തുടർച്ചയായ ഇച്ഛാഭംഗം ഒരു വ്യക്തിയിൽ എന്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? വിഷാദം അല്ലെ, ഡിപ്രഷന് കാരണമായേക്കാം. ദീർഘകാലത്തേക്ക് ഇച്ഛാഭംഗം അനുഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും അത് വിഷാദത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളിൽ ഇച്ഛാഭംഗം ഉണ്ടാകാനുള്ള ഒരു സാധാരണ സാഹചര്യം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിനകത്ത് കുട്ടികളിൽ ഇച്ഛാഭംഗം ഉണ്ടാകാനുള്ള ഒരു സാധാരണ സാഹചര്യം ഏതാണ്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഏതാ ശരി ഉത്തരം? എല്ലാവരും കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? അവർക്ക് ഒരു കാര്യം ചെയ്യാൻ അനുവാദമില്ലാത്തപ്പോൾ ആണ് ഇച്ഛാഭംഗം ഉണ്ടാവുന്നത് അല്ലെ. കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ മാതാപിതാക്കളോ മറ്റുള്ളവരോ അനുവദിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇച്ഛാഭംഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇച്ഛാഭംഗം ചിലപ്പോൾ ആക്രമണോത്സുക പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം എന്ന സിദ്ധാന്തം ആരാണ് മുന്നോട്ട് വച്ചത്? ഇച്ഛാഭംഗം ചിലപ്പോൾ ആക്രമണോത്സുക പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം എന്ന സിദ്ധാന്തം ആരാണ് മുന്നോട്ട് വച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആരാണ് ശരി ഉത്തരം? ഏതാണ്? ജോൺ ഡോളാർഡ് അല്ലെ. ജോൺ ഡോളാർഡ് ആണ് കറക്റ്റ് ആൻസർ. ജോൺ ഡോളാർഡും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഇച്ഛാഭംഗം പലപ്പോഴും ആക്രമണോത്സുക പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ജോൺ ഡൊളാർഡും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. അത് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇച്ഛാഭംഗത്തിന്റെ ഒരു മാനസിക പ്രഭാവം അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഇച്ഛാഭംഗത്തിന് ഒരു മാനസിക പ്രഭാവം അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പ്രചോദനം വർദ്ധിക്കുക. ഇച്ഛാഭംഗം സാധാരണയായി നിഷേധാത്മക വികാരങ്ങളായ നിരാശ, ദേഷ്യം, ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകുന്നു. പ്രചോദനം വർദ്ധിക്കുന്നത് ഇച്ഛാഭംഗത്തിന്റെ സാധാരണ ഫലമല്ല. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, പ്രചോദനം വർദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ സഹനശക്തി ടോളറൻസ് ഇച്ഛാഭംഗത്തെ എങ്ങനെ ബാധിക്കാം? ഒരു വ്യക്തിയുടെ സഹനശക്തി ഇച്ഛാഭംഗത്തെ എങ്ങനെ ബാധിക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. കുറഞ്ഞ സഹനശക്തിയുള്ള വ്യക്തികൾക്ക് കൂടുതൽ ഇച്ഛാഭംഗം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ സഹനശക്തിയുള്ള വ്യക്തികൾ ചെറിയ തടസ്സങ്ങൾ പോലും വലിയ കാര്യമായി കാണുകയും കൂടുതൽ ഇച്ഛാഭംഗം അനുഭവിക്കുകയും ചെയ്യാം. ഉയർന്ന സഹനശക്തിയുള്ളവർക്ക് കൂടുതൽ പ്രതിരോധശേഷി ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. കൗൺസിലിംഗ് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൗൺസിലിങ്ങിനെ കുറിച്ച് അല്ലെ. എന്താണ് ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും മനഃശാസ്ത്രജ്ഞൻ നൽകുന്ന സഹായമാണ് കൗൺസിലിംഗ്. പ്രത്യേകം ഓർത്തിരിക്കണം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും മനഃശാസ്ത്രജ്ഞൻ നൽകുന്ന സഹായമാണ് കൗൺസിലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എവിടെ സഹായം തേടാം? മാനസികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എവിടെ സഹായം തേടാം? മനഃശാസ്ത്രജ്ഞൻ, സൈക്കാട്രിസ്റ്റ്, കൗൺസിലർ എന്നിവരെ സമീപിക്കാവുന്നതാണ്. കൂടാതെ മാനസികാരോഗ്യ ഹെൽപ്പ് ലൈനുകളുടെ സഹായവും തേടാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബോധം, കോൺഷ്യസ്നസ്
എന്നതുകൊണ്ട് മനഃശാസ്ത്രത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആർക്കൊക്കെ അറിയാം? ബോധം എന്നതുകൊണ്ട് മനഃശാസ്ത്രത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുകളെയും ചിന്തകളെയും കുറിച്ചുള്ള അവബോധത്തെയാണ് ബോധം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുകളെയും ചിന്തകളെയും കുറിച്ചുള്ള അവബോധത്തെയാണ് ബോധം എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നാൽ എന്താണ്? കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നാൽ എന്താണ്? ഒരാളുടെ ചിന്തകളും വിശ്വാസങ്ങളും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന മാനസിക അസ്വസ്ഥതയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. ഒരാളുടെ ചിന്തകളും വിശ്വാസങ്ങളും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന മാനസിക അസ്വസ്ഥതയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.